ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പിയായിട്ടാണ്. അധികം വൈകാതെ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസിലെ ഉള്ളി ഞാൻ 2 മിനിറ്റ് ഒന്ന് പാനിലിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സ് കളഞ്ഞതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇത് രണ്ടും കൂടി നമുക്കൊരു മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതിയാവും. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിൽ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് മിക്സറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിൻസ്ഡ് ചിക്കൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് മിക്സ്ചർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലാസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിപ്പോൾ കശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ 7 ബോൾസായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് ബേക്കിംഗ് ഷീറ്റ്സിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ കുറച്ച് ബേക്കിംഗ് ഷീറ്റ്സ് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസും വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ബർഗർ പാറ്റീസിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതിപ്പോൾ മേലെയാണ് വെച്ച് കൊടുക്കുന്നത്. ബേക്കിംഗ് പേപ്പർ വെച്ചത് കാരണം ഇത് ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ പാറ്റീസ് ഇട്ട് കൊടുക്കാം. നല്ല ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളി ചിലപ്പോൾ വേവില്ല. രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് മാറ്റി വയ്ക്കാം. ബാക്കിയും കൂടി ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ബർഗർ എങ്ങനെയാണ് ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബർഗർ ബൺസ് എടുത്തിട്ടുണ്ട്. ബർഗർ ബൺസ് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് മയോണൈസും കെച്ചപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മയോണൈസിൻ്റെയും കെച്ചപ്പിൻ്റെയും ബർഗർ ബൺസിൻ്റെയും റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ മേലെ കാണുന്ന ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാബേജ് ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലെറ്റ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ നമ്മുടെ ബർഗർ പാറ്റീസ് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ചീസ് സ്ലൈസസ് ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. രണ്ട് സ്ലൈസ് തക്കാളി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉള്ളിയോ അല്ലെങ്കിൽ കുക്കുംബറോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഇനി ബണ്ണിൻ്റെ ബാക്കി പകുതി സ്ലൈസ് കൂടി വെച്ച് നമുക്കിത് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.